അമ്മയ്ക്ക് എന്തോ വേണമെന്നാ പറഞ്ഞേ? എന്തോ കഴിക്കാൻ തോന്നുന്നു? കപ്പയും ബാക്കി ഫിഷ് ഫ്രൈയും കപ്പയും ഫിഷ് ഫ്രൈയും പിന്നെ വേറെ ഒന്നും മുളക്. അത് ഇച്ചിരി സൈഡ് ഡിഷ്. ഇത്രയും മഴയത്തും നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ റൈഡർ കല്ലൂസിന്റെ ആഗ്രഹമാണ്. വയ്യാത്തോണ്ടല്ലേ നിങ്ങൾ എന്തോ ആഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരത്തില്ലേ, പിന്നെന്തോ. അത് ശരി. അപ്പൊ ഞാനൊരു ആഗ്രഹം പറയുമ്പോ സാധിച്ചു തരേണ്ട കടമ തില്ലിനുള്ളതല്ലേ ഇതില്ല? കൊച്ചുപിള്ളേര് പറയുന്നില്ലല്ലോ, ചളിയും പറയാനാണെങ്കിൽ പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. ഞാൻ വലുതാകുമ്പോ ആഗ്രഹത്രയും പോകും, സാധിച്ചു കൊടുക്കണം. അത് മൈൻഡ് ആക്കണ്ട. ഓക്കെ. കപ്പയും ഫിഷ് ഫ്രൈയും മുളക് സൈഡ് ഡിഷ്. അറിയാവോ? ഇല്ല, എണീറ്റ് വാ ഉണ്ടാക്കിത്തോ. ഓക്കെ, അപ്പൊ ഞാനും ജില്ലും പപ്പയും ഉണ്ടാക്കി തരുന്നതായിരിക്കും. ശരി. ഓക്കെ. അങ്ങനെ നമ്മൾ കപ്പയും മീനും മേടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ റൈഡർ കല്ലൂസിൻ്റെ മഴയൊക്കെ ഇപ്പം കുറഞ്ഞു. നല്ല മഴയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ നല്ല പെയ്യും, ഇടയ്ക്കിടയ്ക്ക് തോരും, അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മീൻ മേടിക്കാനെത്തി. ജില്ലുപ്പൻ്റെ ഫേവറേറ്റ് ആണ് കണവ. ജില്ലിൻ്റെ ഫേവറേറ്റ് മീനുകൾ ഏതൊക്കെയാ? കണവ, ഞണ്ട്, കൊഞ്ച്. ഇത് കണവ, ഇത് കൊഞ്ച്. കണവ, ഞണ്ട്, കൊഞ്ച്, കക്ക അല്ലേ ജില്ലുട്ടാ? അപ്പം അങ്ങനെ ജില്ലിൻ്റെ ഫേവറേറ്റ് കണവ മേടിച്ചല്ലോ. അങ്ങനെ മീൻ കിട്ടി, കപ്പ മേടിക്കാനായിട്ട് നമ്മൾ പോവുക അല്ലേ ജില്ലുട്ടാ? മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചളിയല്ലേ, വൈപ്പറല്ലേ? അതെ. അങ്ങനെ കപ്പ കിട്ടി. നൈസ്, കൊള്ളാം. എന്തോ ജില്ലുട്ടാ പണി? എങ്ങനെയുണ്ടോ ജില്ലുട്ടാ? ജില്ലിനെ കൊണ്ട് ഏതെങ്കിലും കടയിൽ കയറിയാണെങ്കിൽ ഇതാണ് അവസ്ഥ. പാവം പപ്പയുള്ള പൈസ എല്ലാം കൂടെ എടുത്ത്. എന്താ ജില്ല നീ ഇങ്ങനെ? സോറി അപ്പോളെ, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഇതിങ്ങടുത്ത് ഇതാരുടെ? എൻ്റെ മമ്മയുടെ കപ്പയും മീനും മേടിച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്ഥലം. മഴയത്ത് ഇവിടെ ഫുള്ള് വെള്ളം കയറി, കണ്ടോ? കാണാനൊന്നും പറ്റത്തില്ല, പക്ഷെ എന്നാലും ഇവിടെ മൊത്തം വെള്ളമുണ്ട്. നമ്മൾ കാട്ടിലാണ് വസിക്കുന്നത്. കാട്ടുവാസികൾ. ഇതാ ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ട്. ഒരെണ്ണം താണ, രണ്ടാണ്. കണ്ടോ, ഫുള്ള് കാട്. ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത്. ഇതാണാ നിന്റെ ഗ്രാമപ്രദേശം? തീർന്നു. അങ്ങനെ തീർന്നില്ല. അയ്യോ, കപ്പ വാങ്ങിച്ചോണ്ടോ? പിന്നെ അല്ല, മമ്മ ഒരാഗ്രഹം പറഞ്ഞതല്ലേ, സാധിച്ചു തരാം എന്ന് വിചാരിച്ചു. എന്നല്ല മമ്മ. ബേട്ടോ അവിടെ എന്തോ എടുക്കുക? അവിടെ ജില്ലൂട്ടും പിന്നല്ല. പപ്പ ഇപ്പൊ എന്നെ പഠിപ്പിച്ചു തരുവാ, പഠിപ്പിച്ചെന്ന് നീ കട്ട് ചെയ്യാൻ അറിയാവോ ജില്ലൂട്ടിന്? എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്. എപ്പോഴും പറഞ്ഞു തരണോ അമ്മ? ജില്ലൂട്ടൻ്റെ ആരാധകർ പിണങ്ങത്തില്ലേ ജില്ലൂട്ടൻ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ? നാളെ നെട്ടൂല് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു, ഇനി അയല കട്ട് ചെയ്യാൻ പഠിപ്പിക്കുവാണോ? തില്ലമ്മ ഇപ്പോഴങ്ങനെ കഴിയോ? കഴിയും. പിന്നെ ഇവിടെ പാവം പപ്പ, ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നു, ജില്ല ചെയ്യുന്നു. മമ്മ ഓരോന്നും പറയുമ്പോൾ ചെയ്യാൻ വേണ്ടി പപ്പ, മമ്മ ഓരോന്നും ഇവിടെ ഇരുന്ന് കൊട്ടേഷൻ വിടും. അല്ലടാ ജില്ല? പാവം പപ്പ പോയി വെറുതെ ഇപ്പൊ മണ്ടയിൽ എന്തോ സാധനം എടുക്കാൻ പറഞ്ഞു വിട്ട്
അതാ വരുന്നു പപ്പ. പാവം പപ്പ എന്ത് ചെയ്യാതെ. പിന്നെ എനിക്കിതാണ് ഈ കറിച്ചട്ടി. ജില്ലുവിൻ്റെ കറിച്ചട്ടി. ഞാൻ എന്തോ ചാർജർ എടുക്കാനാ പറഞ്ഞ. ചാർജർ ഇനി അടുത്ത വീഡിയോ ഓഫ് ആക്കിയിട്ട് പറയും ഇട്ടാ അതൊന്നും എടുത്തോണ്ട് ഇതൊന്നും എടുത്തോണ്ട് വാ. കണ്ടിന്യൂ. എടാ മീൻ ജീവനുണ്ടായിരുന്നു. അല്ല മീനും പപ്പേനെ കണ്ടപ്പോ പപ്പയുടെ പിച്ചയ്ക്ക് നല്ല മൂർച്ചയായിട്ട് ചെയ്യാണ് കേട്ടോപ്പാ. നല്ല മൂർച്ചയുണ്ട്. എൻ്റെ കൈ സോ അടിപൊളി മൂർച്ചയാണ്. ആർക്കെങ്കിലും മൂർച്ച കിട്ടണമെങ്കിൽ 512130 എന്ന നമ്പറിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞോ? ഇനി എന്തോ ചെയ്യേണ്ടതില്ല. ഇത് കഴുകണം, കട്ട് ചെയ്യണം, കുക്കറിനകത്തിടണം, ഉപ്പിടണം. പപ്പ ജില്ലൂട്ട നീ എന്തോ ചെയ്തേ? മീൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുറെ പരലുപ്പിട്ടിട്ട് അങ്ങ് വെച്ചല്ലേ? അങ്ങനെയാണോ? അല്ല മമ്മ, പരലുപ്പിട്ട് അലിച്ച് ഉപ്പിട്ട് മീൻ വെച്ച് അത് നിറഞ്ഞ് ഉപ്പ് ഇതിരിക്കുമായിരുന്നു. അല്ലാതില്ല ഇങ്ങനെയാണോ പരലുപ്പിട്ട് മീൻ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പരലുപ്പിട്ടിട്ട് മീൻ എടുത്തിട്ടല്ല ചെയ്യണ്ടേ? ഇങ്ങനെയാണ് കഴുകേണ്ടത്. മതി പിന്നെ പച്ചച്ചീനി കഴിച്ചൂടാ. ഇത് പച്ചല്ല, ഇത് വെള്ള ചീനിയാ. ചളി ഫ്രഷ് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാവുന്നു. അങ്ങനെ നമ്മുടെ കപ്പ, മുളകൊടച്ചത്, ഫിഷ് ഫ്രൈ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ട് എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്കിനി മമ്മേനെ വിളിക്കാം. മോയ് എല്ലാം സെറ്റാണ് ഗൈസ്. കൊള്ളാം. ഇപ്പോൾ ഉണ്ടായി തന്നെ നമ്മളാരായി? അത് ഡീപ്പ് ഫ്രൈ അമ്മ. ഡീപ്പ് ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. അത് ഞാൻ ഉണ്ടാക്കിയ ഡീപ് ഫ്രൈ ചെയ്ത ഞാൻ. അങ്ങനെ നമ്മൾ അടിപൊളി ഫിഷ് ഫ്രൈ, മുളകൊടച്ചത്, ഇതെന്തുവാ കപ്പ, എല്ലാം സെറ്റാണ് ഗൈസ്. ഇനി കണ്ടു തിന്നിട്ട് എൻ്റെ വായിൽ വെള്ളം ഊറുക. അങ്ങനെ നമുക്കിനി കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.